ഇന്ന് മെറിറ്റ് ഡേ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. കുട്ടികള് എല്ലാവരും ഒന്നിച്ചു കൂടി കഴിഞ്ഞ വർഷം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിനുമുമ്പാകെ നന്ദി പറയുവാനായിട്ടും അധ്യാപകർക്ക് നന്ദി പറയുവാനായിട്ടും അതോടൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പോകുന്ന നല്ല നിമിഷങ്ങളാണ് ഇന്ന്. നാം എന്തായിരിക്കുന്നോ അത് മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. അധ്യാപകര് അവരെ വളർത്തി നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരികയുമാണ്. തങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കണം. നന്ദി എപ്പോഴും ഉണ്ടാകണം. കുഞ്ഞുനാളില് UKG-യിലേക്ക് അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ചാണ് വന്നത്. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളുടെ ആവശ്യം അവർക്ക് തോന്നിയില്ല. ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ കൈകളിൽ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ സ്കൂളിലേക്ക് കടന്നു വന്നു. കുറെ കഴിഞ്ഞപ്പോൾ കൈപിടുത്തമൊക്കെ നിർത്തി. വീണ്ടും വലുതായപ്പോൾ മാതാപിതാക്കളെ കാണുന്നത് തന്നെ ബുദ്ധിമുട്ടായി മാറിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? അങ്ങനെയൊക്കെ ആയി പോകുമ്പോഴാണ് വൃദ്ധസദനങ്ങള് കൂടിക്കൂടി വരിക. കുഞ്ഞുനാളിലുള്ള ആ സ്നേഹം എന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ടിടയായി തീരണമെങ്കിൽ മാതാപിതാക്കളുമായി നല്ല ബന്ധം എപ്പോഴും ഉണ്ടാകണം. മാതാപിതാക്കള് മറ്റുള്ളവരുടെ കുട്ടികളെ കേൾക്കൽ പറയാതിരിക്കുക. കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. നല്ല അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്നുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ, അധ്യാപകരെ കുറിച്ചും നല്ലത് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ നല്ല സ്നേഹം എന്നും ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ എണ്ണി പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ളത്. അങ്ങനെ മറ്റുള്ളവരുടെ പോരായ്മകള് എണ്ണി പറയുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കുട്ടികള് ഈ പോരായ്മയെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവരുടെ മനസ്സുകളില് തെറ്റായിട്ടുള്ള ഒരു ചിന്ത വളർത്തിയെടുക്കുകയാണ്. ഈ ചിന്തയാണ് ആദ്യം മാറേണ്ടത്. നല്ല കാര്യങ്ങൾ കൊച്ചുനാളിലെ കേട്ട് വളരുകയാണെങ്കിൽ അവരും നല്ലതായിത്തീരും. മാതാപിതാക്കൾ പലപ്പോഴും പറയാറുണ്ട്, എന്തേ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, എന്നിട്ടും എന്റെ കുട്ടികൾ എന്തേ ഇങ്ങനെയായി പോയത്? ആർക്കും വേണ്ടാത്തവരായി മാറിയതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓരോരുത്തരും തന്നെയാ. നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ തെറ്റ് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ, മറ്റുള്ളവരൊക്കെ താഴ്ത്തിക്കെട്ടുവാനായിട്ട് അധ്യാപകരുടെ കുറ്റങ്ങളും അയൽപക്കക്കാരുടെ കുറ്റങ്ങളും ഒക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്ത കടന്നു വരികയും അങ്ങനെ ആയിത്തീരുകയുമാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ വളരെ ബോധപൂർവം ശ്രദ്ധിച്ച് നല്ല കാര്യങ്ങൾ എപ്പോഴും പറയുവാനായിട്ട്, നല്ല മാതൃകകള് വീടുകളിൽ അനുസ്മരിക്കുവാനായിട്ട് വേണം ശ്രദ്ധിക്കുവാനായിട്ട്. ഇന്ന് മുതിർന്ന കുട്ടികളെ സമ്മാനം മേടിക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളില് ഇവരിവിടെ പഠിച്ച് വലിയ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് കടന്നു പോകുമ്പോൾ നന്ദി പറയുവാനായിട്ടാണ് അവരിവിടെ കടന്നു വന്നിരിക്കുക. അതുപോലെ തന്നെ അധ്യാപകർക്കും മാനേജ്മെന്റിനെല്ലാം പ്രത്യേകമായ സ്നേഹവും താല്പര്യവും അവരോടുണ്ട്. കാരണം ഈ വർഷങ്ങളെല്ലാം വളരെ അധ്വാനിച്ച് ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചേർന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. വലിയ നേട്ടങ്ങൾ കൈയടക്കിയവര്. ഇതിന് പിന്നില് വളരെയധികം ത്യാഗമുണ്ട്, വളരെയധികം കഠിനാധ്വാനമുണ്ട്. അധ്യാപകര് രാപകലില്ലാതെ അധ്വാനിച്ച് പഠിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികളും അതോടൊപ്പം പഠിച്ചു വരുമ്പോഴാണ് ഉന്നതമായ വിജയത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പറ്റുക. പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചുകൊണ്ട് പോകുമ്പോൾ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് ജീവിതത്തിന് മൂല്യമുണ്ടായിത്തീരുക? അത് ബലിയിടുന്നത് മറ്റുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ബലിയിടണമെങ്കിൽ മൂല്യങ്ങൾ ലഭിക്കുന്നവരുടെ അടുക്കൽ പോയി ആയിരിക്കണം. ഒരു കഥ ഓർമ്മിച്ചു പോവുകയാണ്. ഒരു കുട്ടി തന്റെ പപ്പായോട് ചോദിക്കുക, പപ്പ, ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു നല്ല മൂല്യമുള്ളവരായി തീരണമെന്ന്. എന്താണ് ഈ മൂല്യം, വിലയുള്ളത് എന്താണ്? അപ്പോഴ് പപ്പ കൊച്ചിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞാനൊരു കല്ല് തന്നുവിടാം. ഈ കല്ല്
നീ ചന്തയിൽ പോയി ചോദിക്കുക ഇതിനെന്ത് വില കിട്ടുമെന്ന്. നീ ഒരിക്കലും കൊടുക്കരുത്. അപ്പൊ അവര് തിരിച്ചു ചോദിക്കും എന്ത് വില വേണമെന്ന്. അപ്പോൾ കൈ ഉയർത്തി കാണിക്കുക 2 എന്ന്. കൈ ഉയർത്തി 2 എന്ന് കാണിക്കുമ്പോൾ അവര് വില പറയും. അത് കേട്ടാലും കൊടുക്കരുത്, എന്നോട് വന്ന് പറഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ എന്ന്. കൊച്ചിന് വലിയ സന്തോഷമായി. നല്ലൊരു കല്ലല്ലേ, ഈ കല്ലും എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ്. മാർക്കറ്റിൽ ചെന്ന് ചോദിച്ചു ഇതിനെന്താ വില നിങ്ങൾ തരും? ഉടനെ കടക്കാരൻ തിരിച്ചു ചോദിച്ചു എന്ത് വിലയാണ് വേണ്ടത്? ഉടനെ കൊച്ച് കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു 2 എന്ന്. ഉടനെ കടക്കാരൻ പറഞ്ഞു 20 രൂപയോ? കൊച്ചിന് വലിയ സന്തോഷമായി. ഒരു കല്ലിന് 20 രൂപയോ? അങ്ങനെയാണ് പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കല്ല് കിടപ്പുണ്ടല്ലോ, ഇതിലും പപ്പായോട് പറയേണ്ടതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കൊച്ച് ഓടി കല്ലുമെടുത്തുകൊണ്ട് പപ്പായുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പപ്പ ആ കടക്കാരൻ 20 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ കിടക്കുന്ന കല്ലുകളെല്ലാം കൊണ്ടുപോയി കൊടുക്കട്ടെ. അപ്പം പപ്പ പറഞ്ഞു മോനെ നിക്ക്, അവിടെ കൊടുക്കരുത്, നീ ഇനി വേറൊരു കടയിലേക്ക് പോണം എന്ന് പറഞ്ഞു. ഒരു മ്യൂസിയത്തിലേക്ക് ചെല്ലുകാൻ പറഞ്ഞു വിട്ടു. മ്യൂസിയത്തിന്റെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ബാലൻ ആ കല്ലുമെടുത്തുകൊണ്ട് മ്യൂസിയത്തിലോട്ട് ചെന്നു. അവിടെയും ആ മ്യൂസിയത്തിലെ ഉടമ ചോദിച്ചു ഇതിനെന്ത് വില വേണമെന്ന്. ഉടനെ അവൻ കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു 2 എന്ന്. ഉടനെ മ്യൂസിയം ഉടമ ചോദിക്കുകയാണ് 20,000 രൂപയോ? അവനത് കേട്ടപ്പോ വലിയ സന്തോഷമായി. ഇവിടെ 20,000 രൂപയോ ഈ കല്ലിനോ? അവൻ ആ കല്ലും എടുത്തുകൊണ്ട് ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. പപ്പയുടെ അടുക്കൽ വന്ന് പറഞ്ഞു പപ്പ ഈ കല്ല് കൊടുക്കട്ടെ, 20,000 രൂപ പറഞ്ഞിരിക്കുകയാണ് എന്ന്. അപ്പോൾ ആ പിതാവ് പറഞ്ഞു മോനെ നീ ഇനി വേറൊരു സ്ഥലത്ത് കൂടെ പോണം. സ്വർണവും വജ്രങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടല്ലോ നമ്മുടെ അപ്പുറത്തുള്ളത്, ആ കടയിൽ ചെന്ന് നീ ചോദിക്കുക ഇതിനെന്ത് വില തരുമെന്ന്. അവൻ അങ്ങോട്ടോടി. അവിടെ ചെന്ന് ചോദിച്ചു ഇതിന് എന്ത് വില തരും ഈ കല്ലിന് എന്ന്. അത് കണ്ടപ്പോഴേ ആ വജ്രവ്യാപാരിയുടെ മുഖം അങ്ങ് പ്രസാദിച്ചു വളരെ സന്തോഷത്തോടെ. അദ്ദേഹം പറഞ്ഞു ഇത്ര മനോഹരമായ കല്ല് ഞാൻ ആദ്യം കാണുകയാണല്ലോ, ഇത് എവിടുന്ന് കിട്ടി, ഇതിനെന്ത് വില വേണം? അവൻ കൈ ഉയർത്തി കാണിച്ചു 2 എന്ന്. ഉടനെ ആ വജ്രവ്യാപാരി പറയുകയാണ് 2 ലക്ഷം രൂപയോ? ഉടനെ ഒരു വലിയ സന്തോഷമായി. 2 ലക്ഷം രൂപ, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് കല്ലും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ്. പപ്പയോട് പറഞ്ഞു പപ്പ ഇവിടെ 2 ലക്ഷം രൂപയാ. ഉടനെ പപ്പ അവനോട് പറയുകയാണ് മോനെ ഓരോന്നിനും വില നിശ്ചയിക്കുന്നത് മൂല്യമുണ്ടായിത്തീരുന്നത് നമ്മൾ എവിടെയായിരിക്കുന്നോ എന്നതിനെ ആശ്രയിച്ചാണ്. നീ മാർക്കറ്റിൽ ചെന്നപ്പോ 20 രൂപ പറഞ്ഞു, മ്യൂസിയത്തിലോട്ട് ചെന്നപ്പോ 20,000 പറഞ്ഞു. ഇവിടെ സ്വർണ്ണ വ്യാപാരിയുടെ അടുക്കൽ ചെന്നപ്പോൾ 2 ലക്ഷം രൂപയായി. നമ്മൾ എവിടെ ചെല്ലുന്നോ, ആരുടെ കൂടുന്നോ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വില. ആ വില നിശ്ചയിക്കേണ്ടത് നമ്മൾ ഇടപെടുന്ന വിധമാണ്. ആരൊക്കെയായിട്ട് കൂട്ടുകൂടുന്നു, എങ്ങനെയൊക്കെ ഉള്ളതാണ്, എവിടെയാണ് നമ്മൾ നിൽക്കുക എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ്. ജീവിതത്തിലെ വില എന്ന് പറയുന്നത് അത് തന്നെയല്ലേ. നമുക്ക് വിലയിടുന്നത് മറ്റുള്ളവരാണ്. ഒപ്പം നമ്മുടെ സാന്നിധ്യവും വളരെ ആവശ്യമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെയായിരിക്കുന്നു എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഠിച്ചു കുറച്ച് മാർക്ക് വാങ്ങിയത് കൊണ്ടോ റാങ്ക് കിട്ടിയത് കൊണ്ടോ ഒന്നുമല്ല ജീവിതത്തിലെ വലിയ മൂല്യങ്ങള് വിലയിടുന്നത്. നല്ല ഗുണങ്ങള്, നല്ല സ്വഭാവ സവിശേഷതകള്, മറ്റുള്ളവരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് വളർന്നു വരുമ്പോഴാണ് മൂല്യമുള്ളവരായി മാറുക. എന്നും മൂല്യമുള്ള ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അത് ഈ മൂല്യമുണ്ടായി തീരുക എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെതായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്, കഷ്ടപ്പാടുകളിലൂടെ ഒക്കെ സഞ്ചരിച്ചു കഴിയുമ്പോഴാണ് ജീവിതത്തിന് വിലയുണ്ടായിത്തീരുന്നത്. അതില്ലെങ്കിൽ ഒരു വിലയും ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് ഈ നല്ല കല്ലുകള്, പവിഴങ്ങള്, പവിഴമുത്തുകള് ഒക്കെ ഉണ്ടാവുക? മുത്തുച്ചിപ്പിയുടെ ഇടയില് ചില മണൽത്തരികൾ കയറിയിട്ടല്ലേ. മുത്തുച്ചിപ്പി വിചാരിക്കും മണൽത്തരി പറ്റിക്കഴിയുമ്പോൾ നല്ല വേദനയാണ്, ജീവിതം മടുത്തു, ഇനി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിട്ട് ഇല്ലാതായി മാറുകയാണെങ്കിൽ നല്ല പവിഴ മുത്തുകൾ ഉണ്ടാവുകയില്ല. അതാ മണൽത്തരിയും വെച്ചുകൊണ്ട് ആ വേദന സഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വലിയ മൂല്യമുള്ള മുത്തായി മാറുകയാണ്. കാരണം മുത്തുച്ചിപ്പിയിൽ പറ്റിയിരിക്കുന്ന ആ മണൽത്തിരിയുടെ മുകളില് വേദന ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്രവം വന്നിട്ട് ആവരണം ചെയ്ത് വളരെ മനോഹരമായ വെട്ടിത്തിളങ്ങുന്ന പവിഴ മുത്തുകളായി മാറുകയാണ്. ആ കല്ല് അവിടെ നിന്ന് എടുത്തു കളഞ്ഞാൽ നല്ല മനോഹരമായ പവിഴമുത്തുകൾ ഉണ്ടാവുകയില്ല. ഈ വേദനയൊക്കെ സഹിച്ച് ഈ മുത്തുച്ചിപ്പി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുമ്പോഴാണ്, പലയിടത്തും തട്ടി ഉരസി വേദനകൾ ഉണ്ടാകുമ്പോൾ അത് വീണ്ടും മുന്നോട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ നല്ല പവിഴമുത്തുകളായി മാറുകയാണ്. ജീവിതം അതുപോലെ തന്നെയാണ്.
പലപ്പോഴും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാകും. ഒന്നും അറിയാതെ എല്ലാവിധ സുഖസമൃദ്ധിയിൽ മുഴുകി വരുന്നവർക്ക് മൂല്യമൊന്നും ഉണ്ടാകുകയില്ല. ആരുടെയൊക്കെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നമുക്ക് ഇന്നുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ. നമ്മുടെ മാതാപിതാക്കള്, അധ്യാപകരൊക്കെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളും. പല ശാസ്ത്രജ്ഞന്മാരും വളരെയധികം മെനക്കെട്ടിരുന്ന കഷ്ടപ്പാടുകൾ സഹിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് കൊണ്ടാണ് ശാസ്ത്ര പുരോഗതി ഇത്രമാത്രം ഉണ്ടായിരിക്കുക. എവിടെയാണേലും കഷ്ടപ്പാടിന്റെ വിലയിലെ മൂല്യമുണ്ടാവുകയുള്ളൂ. നമ്മളൊരു മെരിറ്റ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മെരിറ്റിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെയൊക്കെ അധ്വാനവും അതോടൊപ്പം നമ്മുടെ കൂടെയുള്ള മാതാപിതാക്കളുടെ, അധ്യാപകരുടെ, സുഹൃത്തുക്കളുടെ, സഹപാഠികളുടെ വളരെയധികം ത്യാഗത്തിൻ്റെതായ ഫലമാണ്. അതുകൊണ്ട് ഈ മെരിറ്റ് ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ നന്ദി നിറഞ്ഞൊരു ഹൃദയം വേണം, നല്ലൊരു മനസ്സ് വേണം. നന്ദി പറയാതെ ആരോടും കടന്നു പോകാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. പൊരുത്തം വേണം, മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുവാനായിട്ട്, സന്തോഷത്തോടെ പോകുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. എത്രയോ പേർക്ക് ഇല്ലാതിരിക്കുന്ന ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുക. എത്രയോ പേർക്ക് സ്കൂളിൽ പോലും പഠിക്കുവാൻ പറ്റാത്ത അവസരം ഉണ്ടായിരിക്കുന്നു. പക്ഷേ നമുക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ കിട്ടിയിരിക്കുക നല്ലവരായ മാതാപിതാക്കളുള്ളത് കൊണ്ട്, അതിനുവേണ്ടി സഹായിച്ചത് കൊണ്ട് ഇത്രമാത്രം നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇടയായിരിക്കുക. അതുകൊണ്ട് ഈ അവസരത്തിൽ നന്ദി നിറഞ്ഞ മനോഭാവത്തിലൂടെ പോകുവാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ അവസരത്തില് മെരിറ്റ് ഡേയില് ഉന്നത വിജയം നേടിയ ഏവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവര് നമുക്ക് നല്ല മാതൃകയാണ്. അതോടൊപ്പം അവരെ പഠിപ്പിച്ച അധ്യാപകരെയും നന്ദിയോടുകൂടി ഈ അവസരം ഓർക്കുകയാണ്. തങ്ങളുടെ അധ്വാനം മുഴുവനും ഇവർക്ക് വേണ്ടിയായിരുന്നു. വളരെയധികം ത്യാഗമനുഷ്ഠിച്ച് പഠിപ്പിക്കുകയും, ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ ജീവിതത്തിൽ പഠിച്ചിട്ട് വന്നിട്ട് വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അതനുസരിച്ച് പഠിപ്പിച്ച് നന്നായിട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെല്ലാം അധ്യാപകരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം മാതാപിതാക്കളെയും, ഇവരെ സ്കൂളിലേക്ക് പറഞ്ഞുവിട്ട മാതാപിതാക്കളെയും ഒക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ മെരിറ്റ് ഡേയും